സോമചേട്ടാ അമ്മേ സോമചേട്ടാ സോമചേട്ടാ കണ്ണു തുറക്ക് സോമചേട്ടാ എന്നാത്തിനാ സോമനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമെന്നാ പറയുന്നേ. മോളുടെ 10ാം പിറന്നാളല്ലേ? എന്റെ ഈശ്വരാ. ദേവി എന്ന് വെച്ചാ കുഞ്ഞ് ജനിച്ച് 10ാം വയസ്സിൽ കുഞ്ഞിന്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല. മരണം ഏകദേശം ഉറപ്പാ. അനഫിലാക്റ്റിക് ഷോക്ക്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. പനിയും ശരീരവേദനയായിട്ടാണ് ഇയാൾ വന്നത്. ഡൈക്ലോഫെനാക് എന്നൊരു പെയിൻ കില്ലർ ഉണ്ട്. അതാ ഡോക്ടർ പയ്യൻ മസ്കുലറായിട്ട് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ചാടി കയറി IV ആയിട്ടാണ് കൊടുത്തു. അതും ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെ. എന്ന് വെച്ചാ മസിലിൽ കുത്തേണ്ടത് ഞരമ്പി കുത്തി ഇങ്ങനെയൊക്കെ പറ്റും. MBBS പോലും പാസ്സാവാതെ ജനറൽ പ്രാക്ടീസിന് വരുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കാശിലാവാൻ നോക്കി ചികിത്സിക്കാൻ വിടുമ്പോൾ ഇതിനപ്പുറം പറ്റും. ഇതിലപ്പുറം ഇനി എന്നാ സംഭവിക്കാനാ? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ താറാവിന് വരുന്നൊരു ദീനത്തിന് എന്തുവാ പറയുന്നേ? H5N1 താറാപ്പനി. അത്രയും മതി. ഇവന് വന്നത് താറാവ് പനി. താൻ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. അതിന് വൈറോളജി ലാബിൽ നിന്ന് രോഗം കൺഫേം ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. കണ്ടം പോലെ കിടന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു കടലാസും കിടുതാപ്പും ഒന്നുമില്ലാതെയാ കെട്ടിടവും സെറ്റപ്പും ഒക്കെ കെട്ടിപ്പൊക്കിയത് ഈ മൈസൂരാൻ. പിന്നെയാ ഈ സൂക്കേടിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അതെ, ദീനം വന്ന് തട്ടിപ്പോയവന്റെ ബന്ധുക്കളുടെ ദീനരോധനം കേട്ട് നാട്ടുകാരൊന്ന് ഞെട്ടണം. അപ്പോഴാ സംഗതി കളറാവുന്നത്. മനസ്സിലായ? താമ്പാ കുഴപ്പമില്ല, അൺകോൺഷ്യസാ. ഗുരുത്വമായി. ഇല്ലെങ്കിലേ ഇയാളുടെ അണ്ണാക്കിലിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നേനെ ഏതെങ്കിലും കുരുടാനോ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ. താമ്പാ. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. മരണത്തിന്റെ വ്യാപാരികളെ അറസ്റ്റ് ചെയ്യുക. മരണത്തിന്റെ വ്യാപാരികളെ അറസ്റ്റ് ചെയ്യുക. മരണത്തിന്റെ വ്യാപാരികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട ചന്തു എന്ന യുവാവിന്റെ മരണം വഴിത്തിരിവിലേക്ക്. സോമൻ എന്ന കൃഷി ഓഫീസറുടെ നിശ്ചയദാർഢ്യവും
വ്യത്യസ്തമായ സമരമുറകളും ഇവിടെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോർജ് തോമസ് എന്ന വ്യക്തിയുടെ സാക്ഷിമൊഴിയിൽ നിന്ന് ആരംഭിച്ച കേസ് പിന്നീട് കൂടുതൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി വളരെ കരുത്താർജിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചന്തുവിന്റെ മരണം പക്ഷിപ്പനി മൂലമാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയ കേസ് സോമൻ എന്ന കൃഷി ഓഫീസറുടെ ശക്തമായ ഇടപെടൽ മൂലം അത് ആശുപത്രി ജീവനക്കാരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണമാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ഇത് മൈസൂരൻ എന്ന രാഷ്ട്രീയക്കാരനിലേക്കും അയാളുടെ അനുയായികളിലേക്കും അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേസിനാസ്പദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ജോർജ് തോമസിനൊപ്പം സോമനും നെടുമുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർ, ഈ ഒരു അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഇവന്മാർ ഒരു കാരണമില്ലാതെ ജോർജ് മാഷിനെ 2 ദിവസം ICUവിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഇവരുടെ തെറ്റ് തന്നെയാണ് ഇവർക്ക് വിനയായത്. പിന്നെ ഇവർ വിശ്വസിച്ചിരുന്നത് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരാളും പ്രതികരിക്കാൻ വരില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാടൊന്നും നന്നാൻ പോകുന്നില്ല. അതിനെല്ലാവരും സാറിനെ വേണം, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ. അല്ലാതെ രാഷ്ട്രീയക്കാരിരുന്ന് എച്ചിൽ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വാർത്തകളും ചർച്ചകളും സംഘടിപ്പിക്കുകയല്ല മീഡിയ ചെയ്യേണ്ടത്. നമ്മൾ അന്യായം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ജാതിയോ മതമോ വലിപ്പമോ ചെറുപ്പമോ രാഷ്ട്രീയമോ നോക്കാതെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരണം, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. താങ്ക് യു. ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജോർജ് വർഗീസ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് ഒരതിഥിയായിട്ടാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുന്നത് വ്യക്തിപരമായി എനിക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതെൻ്റെ 2ാം ജന്മമാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരുപക്ഷെ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയേക്കാമായിരുന്ന ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരു കൊച്ചുമിടുക്കിയാണ്. വളരെ രസകരമായ ഒരു പേരിനുടമയാണ് ആ കുട്ടി, ഇന്ത്യ. അതിലും രസകരമാണ് അവളുടെ രീതികൾ. സർ, 9 വർഷം പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നും നേടാതെ നേരിട്ട് പ്രവേശന പരീക്ഷ എഴുതി ഉയർന്ന ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടി കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ഇന്ത്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാ മോളെ, കയറി വാ. ഈ കുഞ്ഞു നൽകിയ കൃത്രിമശ്വാസത്തിൻ്റെ പച്ചയിൽ ജീവശ്വാസം നേടിയ ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യമോ പ്രസക്തിയോ ശാസ്ത്രീയതയോ ഒന്നും ഇന്ത്യക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അന്ന് ചെയ്തത് എന്താണെന്ന് അറിയുമോ മോൾക്ക്? അറിയാം സർ, അതിന്റെ പേര് CPR ആണെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനാണോ ഇതൊക്കെ മോൾക്ക് പഠിപ്പിച്ചു തന്നത്? സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയുടെ അച്ഛൻ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോമനെ എനിക്ക് നേരത്തെ അറിയാം സാർ. ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോമനെയും സോമന്റെ സമര രീതികളെയും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ ഈ നാട്ടുകാർ. സോമ, 2 വാക്ക് ഇന്ത്യയെക്കുറിച്ച്, സോമനെക്കുറിച്ച്, സോമന്റെ ചിന്തകളെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, പലയിടത്തും പാടെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. വീട്ടിലും നാട്ടിലുമൊക്കെ ഒരുപാട് പരിഹാസത്തിന് ഇരയുമായിട്ടുണ്ട്. ഇരട്ട പേരുകൾ തന്നെ പലതായിരുന്നു. പാഴ് സോമൻ, ഭ്രാന്തൻ സോമൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും. ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ തന്നെ എൻ്റേതായ ജീവിത രീതികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരംശം ഞാൻ എൻ്റെ മകൾക്ക് പകർന്നു നൽകിയിട്ടുമുണ്ട്.
വളരെ പ്രാക്ടിക്കലായിട്ടാണ് സാർ ഞാൻ അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് എന്നങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കുറച്ചുകൂടി തെളിയിച്ച് പറയാം. ഇവിടെ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. അതിനല്ലേ സോമ ആ സിലിണ്ടർ അവിടെ ഇരിക്കുന്നത്, അതെടുത്തങ്ങ് കെടുത്തണം. ശരി, അതിനിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ സിലിണ്ടർ ഉപയോഗിക്കാൻ അറിയാം? ഇതാണ് സാർ നമ്മുടെ അവസ്ഥ. ഇതും കൂടെ ചേർന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമ്മുടെ ചുറ്റുപാടുകളെ തൊടാതെയും അറിയാതെയുമുള്ള ഈ അഭ്യാസം നമുക്ക് എന്തിനാണ് സാർ? കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഒരു നാട് ജീവിക്കാൻ കൊള്ളാതെ ആകുന്നത്. ഒരു ബൈക്ക് അപകടം ഉണ്ടായാൽ കള്ളത്തരം കാണിച്ച റോഡ് കോൺട്രാക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽമറ്റ് വെക്കാത്ത നമ്മുടെ ഉത്തരവാദിത്ത കുറവിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. രോഗിയുടെ കഴുത്തിറക്കുന്ന ആശുപത്രികൾ മാത്രമല്ല, ക്യാൻസർ പരത്തുന്ന കീടനാശിനികൾ തളിക്കുന്ന കർഷകൻ ചെയ്യുന്നത് ക്രൂരത തന്നെയാണ്. നമ്മൾ ഒരിടത്ത് വിതയ്ക്കുന്ന കള്ളത്തരം മറ്റൊരിടത്ത് നിന്ന് നമ്മൾ തന്നെ കൊയ്യും. പാലിൽ മായം കലർത്തി വിൽക്കുന്നവന് വാങ്ങുമ്പോൾ കിട്ടുന്ന കെമിക്കലിൽ കുളിച്ച മീനായിരിക്കും. മനുഷ്യർ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ആ ലോകം നമുക്കാരും കൊണ്ടുത്തരത്തൊന്നുമില്ലെന്നേ. അത് നമ്മൾ തന്നെയാണ് പണിതുണ്ടാക്കേണ്ടത്. മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരോട് റെസ്പോൺസിബിൾ ആകാതിരിക്കാൻ സാധിക്കുക? എൻ്റെ ഈ വീതുളി കൃതാവ് എനിക്ക് മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി മറക്കാതിരിക്കാനുള്ള ഒരു റിമൈൻഡറാണ്. ഇത് കണ്ട് പലരും എന്നെ ഭ്രാന്തനെന്നും പഴഞ്ചനെന്നൊക്കെ വിളിച്ചേക്കാം. എനിക്ക് യാതൊരു പരാതിയില്ല. ഏതൊരു വീതുളിയും തേച്ച് മിനുക്കിയാൽ നല്ല മൂർച്ചയുണ്ടാവും. ആവശ്യമില്ലാത്തതിനെ മുറിച്ചു മാറ്റാനും ആവശ്യമുള്ളതിനെ ചീകി മിനുക്കുവാനുമുള്ള തീർച്ചയും മൂർച്ചയുമാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് എവിടെയും പറയാനുള്ളൂ. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. എൻ്റെ വിശ്വാസം ഒരിക്കലും തോക്കില്ലെന്ന് എനിക്കറിയാം. കാരണം മനുഷ്യനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാനെന്നും നീയെന്നും പറഞ്ഞ് വഴക്കടിക്കുമ്പോൾ നമ്മളെന്ന വാക്കിൻ്റെ കുടക്കീഴിലേക്ക് ചേർത്ത് നിർത്താൻ മനുഷ്യരൊരിക്കലും മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു മോശം കാലത്തെയും നമ്മൾ മറികടക്കും. മനുഷ്യൻ എന്നത് മനോഹരമായൊരു വാക്ക് തന്നെയാണ്. പ്രളയത്തിൽ ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കുക. പശ്ചിമഘട്ടം സംരക്ഷിക്കുക. പശ്ചിമഘട്ടം സംരക്ഷിക്കുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. പ്രളയത്തിൽ ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കുക. ആവാസ വ്യവസ്ഥ നിലനിർത്തുക. ജനസംരക്ഷണ സമിതി എന്താ ഓന്റെ ഇന്നത്തെ വിഷയം? സാറേ, ഈ കൊറോണ കാലത്ത് പ്രളയം വരാഞ്ഞതേ ലോകം മൊത്തം കുറച്ചു കാലം ലോക്ക്ഡൌൺ ഉണ്ടായതുകൊണ്ടാണെന്ന് സോം പറയുന്നത്. ആ ഓന്റെ വിശ്വാസം. അതിന് അതുകൊണ്ട് ഇനി എല്ലാ വർഷവും കേരളത്തിൽ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ലോക്ക്ഡൌൺ വെക്കണമെന്നും അത് ലോകം മാതൃകയാക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നടന്നു തന്നെ. പോരാത്തതിന് 1 മാസത്തെ പലചരക്ക് റേഷനവും കൊടുക്കണമെന്നും. ഇപ്പോൾ കിട്ടിയത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.